ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിനാൽ അനുഗ്രഹീതരും ദൈവത്തിന് പ്രിയരുമായ വാത്സല്യമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, കർത്തൃഭൃത്യന്മാരെ, അനുഗ്രഹീതമായ നല്ല ദിവസത്തെ ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷിയാൽ ഇന്ന് കർത്താവിനെ ആരാധിപ്പാൻ വേർതിരിച്ചിരിക്കുന്ന കർത്തൃദിവസം കൂടിയായിരിക്കയാൽ ദൈവത്തിൻ്റെ സന്നിധാനത്തിൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായും ദൈവത്തെ വാഴ്ത്തുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ അനന്ത കൃപകളും നന്മകളും ഇന്നത്തെ ദിവസം നമുക്ക് ദൈവമായ കർത്താവ് നൽകപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം, പ്രാർത്ഥിക്കാം, വിശ്വസിക്കാം. സ്വർഗം ഇന്നത്തെ ദിവസം അങ്ങനെ നമ്മളെ ധന്യമാക്കട്ടെ. വിശേഷിയാൽ ദൈവത്തിൻ്റെ വചനം കേൾപ്പാൻ താല്പര്യപ്പെടുന്ന നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ അതിവിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം നമ്മുടെ കർത്താവിനെ അകമഴിഞ്ഞ സ്തോത്രത്തോടും സ്തുതിയോടും മഹത്വത്തോടും പുകഴ്ചയോടും കൂടി ആരാധിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉചിതമായ ഒരാത്മീക ചിന്തയ്ക്ക് ആധാരമായി സങ്കീർത്തനങ്ങൾ 37-28 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഒരു കർത്തൃദിന ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ 37-28 ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. യഹോവ ന്യായപ്രിയനാകുന്നു, തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നില്ല. അവർ എന്നേക്കും പരിപാലിക്കപ്പെടുന്നു. അവരെന്നേക്കും പരിപാലിക്കപ്പെടുന്നു. ഈ സങ്കീർത്തനത്തിനകത്ത്, സങ്കീർത്തനം ഇതിൽ മാത്രമല്ല, ഒരുമാതിരി എല്ലാ സങ്കീർത്തനങ്ങളെയും നമ്മളൊന്ന് സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തിയാൽ സങ്കീർത്തനങ്ങൾക്കകത്തെല്ലാം മറ്റ് പല പുസ്തകങ്ങളെക്കാൾ ദൈവം ആരാണ്, ദൈവം മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു, ഒരു സാധാരണക്കാരന് വേണ്ടി എന്ത് ചെയ്തു, എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുള്ള വളരെ ശക്തമായിരിക്കുന്ന ചിന്തകളും ആലോചനകളും വാക്കുകളും വാക്യങ്ങളും സങ്കീർത്തന പുസ്തകത്തിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സങ്കീർത്തനത്തിലെ ഭക്തന്മാർ ചിലർ പറഞ്ഞിട്ടുണ്ട്, വരുവീൻ, ദൈവം എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തതെന്തെന്ന് ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളോട് വിവരിക്കാം എന്നൊക്കെ പറയുന്ന ഭാഗങ്ങളുണ്ട്. ദൈവം ആളുകൾക്ക് വേണ്ടി എന്ത് ചെയ്തിരിക്കുന്നു, ദൈവം ആരാണ്, ദൈവത്തിന് മനുഷ്യർക്ക് വേണ്ടി എന്ത് ചെയ്യാൻ കഴിയും, എത്രത്തോളം കാര്യങ്ങൾ ദൈവം ചെയ്യും എന്നതിനെക്കുറിച്ച് വളരെ വ്യക്തമായും ആർക്കും മനസ്സിലാകുന്ന രീതിയിലും പറയപ്പെട്ടിരിക്കുന്ന ഒരു പുസ്തകമാണ് സങ്കീർത്തന പുസ്തകങ്ങൾ. ആ ഭാഗങ്ങൾ നന്നായി വായിച്ചാൽ ദൈവം ആരെന്നും ദൈവം എന്ത് ചെയ്യുന്നു എന്നും ദൈവം നമുക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നും ഇതൊക്കെ നന്നായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ആയിരിക്കാം വേദപുസ്തകത്തിൽ സങ്കീർത്തനത്തിന് ഒരുപാട് വായനക്കാരുണ്ട്. മറ്റിതര പുസ്തകങ്ങളെക്കാൾ അധികം ആളുകൾ വായിക്കുന്നത് സങ്കീർത്തനങ്ങളാണ്. പ്രവർത്തിക്കുന്നൊരു ദൈവത്തെക്കുറിച്ച് അറിയാൻ എന്നും ആകാംക്ഷാഭരിതരാണ് മനുഷ്യൻ്റെ മനസ്സ്. അതുകൊണ്ട് എപ്പോഴും ഈ പുസ്തകത്തിനകത്ത് ആളുകൾ കണ്ണുവയ്ക്കും, അന്വേഷിക്കും, മനസ്സിലാക്കാൻ കഴിയും. ഈ വാക്യത്തിലേക്ക് നോക്കൂ. ദൈവമായ കർത്താവ് ചെയ്യുന്ന വളരെ അനുഗ്രഹീതമായിരിക്കുന്ന കാര്യങ്ങൾ, അതിലുപരി ദൈവം ആരാണെന്നുള്ള ബോധ്യം, ഇതെല്ലാം ഈ കൊച്ചുവാക്യം നമുക്ക് തരുന്നുണ്ട്. യഹോവ ന്യായപ്രിയനാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നിന്ന് യഹോവയുടെ സ്വഭാവം, ദൈവത്തിൻ്റെ പ്രത്യേകത, ഒരു കലക്കക്കാരനല്ല, ഒരു ബഹളക്കാരനല്ല. എങ്ങനെയെങ്കിലും കാര്യം നടത്തി ആരെ ഒതുക്കിയിട്ടാണെങ്കിലും അവനവൻ്റെ സിംഹാസനം ഉറപ്പിക്കണം എന്നൊരാശയക്കാരനല്ല ദൈവം. ദൈവം ഒരു ഏകാധിപതിയാണ്. ദൈവം ശിക്ഷിക്കും, കോപിക്കും, ഇതൊക്കെ ചെയ്യുമെങ്കിലും ദൈവത്തിൻ്റെ പൊതു സ്വഭാവത്തെ വേദപുസ്തകം പറയുന്നത് വളരെ ശ്രദ്ധേയമാണ്. ഈ വാക്യത്തിനകത്ത് ഈ ഭക്തൻ പറയുകയാണ്, ദൈവം ന്യായപ്രിയനാകുന്നു. ന്യായപ്രിയൻ എന്ന് പറഞ്ഞാൽ ഒരന്യായത്തിന് കൂട്ടു നിൽക്കാതെ ഒരുത്തൻ അന്യായമായി പീഡിപ്പിക്കപ്പെടുന്ന കണ്ടാൽ കർത്താവിനോടൊന്ന് പോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ന്യായപ്രിയൻ എന്ന് പറഞ്ഞത്. നമ്മുടെ പലരും ഈ വക കാര്യങ്ങൾക്ക് പ്രിയത്വമില്ലാത്തത് കൊണ്ടാണ് നമ്മളത് വഴിത്തലയ്ക്ക് കണ്ടാലും അതിനകത്ത് ഇടപെടാതെ പോകുന്നത്. പക്ഷെ ന്യായപ്രിയനാണെങ്കിൽ അതിനകത്ത് എന്തിനോട് നമുക്ക് പ്രിയമുണ്ടോ ആ പ്രിയം നമ്മുടെ അകത്ത് കിടക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ പരിചയക്കാരുണ്ടോ, നമ്മളെ സ്വീകരിക്കാൻ ആരെങ്കിലും ഉണ്ടോ, അവിടെ ചെല്ലുമ്പോൾ ആരെങ്കിലും ഇതൊന്നും ചിന്തിക്കുകയില്ല. പ്രിയം ഏതിനകത്ത് കിടക്കുന്നോ അതുമായിട്ട് നമ്മളങ്ങ് ലയിക്കും. അപ്പോൾ ദൈവത്തിന് ന്യായപ്രിയനാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ സർവശക്തനായ ദൈവം പ്രിയം വയ്ക്കുന്നു. നമുക്ക് ന്യായം ലഭിക്കണം. അന്യായം ചെയ്യുന്ന ഒരുപാട് ആളുകൾ ലോകത്തിലുണ്ട്. നിങ്ങളോടും എന്നോടുമൊക്കെ അന്യായം പ്രവർത്തിച്ച ഒത്തിരി പേരുണ്ട്. ഇത് കേൾക്കുന്ന ആരെങ്കിലും
അന്യായം പ്രവർത്തിക്കുന്നവരുണ്ടെങ്കിൽ നിർത്തണം. കാരണം ഇത് കേൾക്കുകയും അത് ചെയ്യുകയും ചെയ്യുന്നത് ഒട്ടും യോഗ്യമല്ല. ന്യായപ്രിയൻ, നമ്മളും അങ്ങനെ ആയിരിക്കണം. ഏത് കാര്യത്തിനും പക്ഷം പിടിക്കരുത്. ആരുടെയും കൂടെ നിന്നുകൊണ്ട് മറ്റൊരുത്തിനെ ഒതുക്കാൻ നോക്കരുത്. ന്യായത്തെ പ്രിയപ്പെടണം. ഒരു രണ്ട് മക്കൾ തമ്മിൽ പ്രശ്നമുണ്ടായാൽ അപ്പൻ ഇടയ്ക്ക് നിൽക്കേണ്ടി വരുമ്പോൾ ആരുടെ കൂടെ നിൽക്കും, ആരുടെ പക്ഷം പിടിക്കും എന്നൊക്കെ ഒരു വലിയ പ്രശ്നമാണ് മനുഷ്യനെ സംബന്ധിച്ച്. സഭയ്ക്കകത്തൊരു കൊച്ചു പ്രശ്നവും പ്രതിസന്ധിയൊക്കെ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ 1-2 ഗ്രൂപ്പുകൾ സഭയ്ക്കകത്ത് ഉരുത്തിരിയാം. ഇതൊക്കെ സ്വാഭാവികമാണ്. ആ സമയത്ത് പരമാർത്ഥിയായിരിക്കുന്ന നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ സ്വഭാവക്കാരനായി നിൽക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരുടെയും പക്ഷം പിടിക്കരുത്, ആരുടെയും കൂടെ നിൽക്കരുത്. ന്യായപ്രിയനായി നിൽക്കണം. ഞാൻ ആ കാര്യമല്ല പറയാൻ വേണ്ടി വരുന്നത്. അതുകൊണ്ട് ആ ഭാഗത്തെ അധികം വിശദീകരിക്കുന്നില്ല. തൻ്റെ വിശുദ്ധന്മാരെ ഉപേക്ഷിക്കുന്നില്ല. വാക്ക് കേട്ടോ, ഉപേക്ഷിക്കുന്നില്ല. ധന്യനായ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ഞങ്ങൾ ഉപദ്രവിക്കപ്പെടുന്നവരാണ്, പക്ഷെ ഒരു കാലത്തും ഉപേക്ഷിക്കപ്പെടുന്നില്ല. എത്ര വലിയ ചങ്കുറപ്പിൻ്റെ വാക്കാണത്. ഉപദ്രവവും പ്രയാസവും കഷ്ടമൊക്കെ ഇവിടെ ഉണ്ടാവും, പക്ഷെ ഞങ്ങൾ അനാഥരല്ല. ഉപേക്ഷിക്കപ്പെടുന്നവരാണ്, തള്ളപ്പെടുന്നവരാണ് ആ നിലവാരത്തിൽ പോകുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുണ്ട്, ലോകം ഒറ്റപ്പെടുത്തിയാലും ഞങ്ങൾ പലരാലും ഉപദ്രവിക്കപ്പെട്ടാലും ദൈവത്താൽ ഉപേക്ഷിക്കപ്പെടാത്തവർ. അതിനെക്കുറിച്ചൊക്കെ പറയാൻ, തോരാതെ പറയാൻ എൻ്റെ മനസ്സിന് വെമ്പലുണ്ട്. പക്ഷേ അത് ഞാൻ പറയാതെ വിടാം. നിങ്ങളെ ഞാൻ പറഞ്ഞുറപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തെല്ലാം പ്രയാസങ്ങൾ, മനപ്രയാസങ്ങൾ ഒക്കെ നേരിട്ടാലും എൻ്റെ ദൈവം വിശ്വസ്തനായിരിക്കയാൽ നാം ഉപേക്ഷിക്കപ്പെടുന്നില്ല. ദൈവം ഉപേക്ഷിച്ചാൽ പിന്നെ നമ്മുടെ വഴിയിൽ യാതൊരു പ്രത്യേകതയും നന്മയും ഉണ്ടാകണമെന്നില്ല, ഉണ്ടായിരിക്കുകയില്ല. ഉപേക്ഷിക്കപ്പെടുന്നില്ല. 3-ാമത്തെ ഭാഗമാണ് കുറച്ചുകൂടെ ലാളിത്യമുള്ള മനസ്സോടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പ്രത്യേകം ആഗ്രഹിക്കുന്നത്. എന്നേക്കും അവർ പരിപാലിക്കപ്പെടുന്നു. പരിപാലിക്കപ്പെടുക. മറ്റിതര വേർഷനൊക്കെ നോക്കിയാൽ പല പല ആശയങ്ങളായിരിക്കാം. എന്നാൽ മലയാളത്തിലെ ആ പദം തന്നെ പറയാം: പരിപാലനം. ഒരു മൃഗത്തിനാണെങ്കിലും ഒരു ജന്തുവിനാണെങ്കിലും എന്തിനാണെങ്കിലും, ഒരു ചെടി നട്ടാൽ അതിനാണെങ്കിലും അതിൻ്റെ തോട്ടക്കാരൻ്റെയോ ഉടമസ്ഥൻ്റെയോ പരിപാലനം ലഭിക്കുക, അതൊരു വലിയ ഗുണമാണ്. ചിലതൊക്കെ നിന്നെടുത്ത് നിന്നങ്ങ് മുളയ്ക്കും. ആരുടെയും പരിപാലനം കിട്ടാത്ത കൊണ്ട് വീണ്ടും വണ്ണം പ്രയോജനമില്ലാതെ, ഗുണമില്ലാതെ കാടും പിടിച്ച് കിടക്കുന്ന കണ്ടിട്ടില്ലേ? എന്നാൽ പരിപാലനം ലഭിക്കുന്നൊരു തോട്ടം, പരിപാലനം ലഭിക്കുന്നൊരു വളർത്തുമൃഗം, അതിനെ കണ്ടാലറിയാം. അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ പരിപാലനം കിട്ടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഒരു കുഞ്ഞാണെങ്കിൽ, മാതാപിതാക്കളുടെ പരിപാലനവും ശ്രദ്ധയൊക്കെ നന്നായി കിട്ടുന്ന മക്കൾ, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് പലതരം കുട്ടികളാണ്. അത് മാതാപിതാക്കളുടെ പരിപാലനം ലഭിച്ച കുഞ്ഞുങ്ങളെ അധ്യാപകർക്ക് പെട്ടെന്ന് കണ്ടാലറിയാം, നമുക്ക് സമൂഹത്തിനിടയിൽ കണ്ടാലറിയാം. അത് മനുഷ്യൻ്റെ പരിപാലനം. അങ്ങനെയാണെങ്കിൽ സർവശക്തനായ ദൈവത്തിൻ്റെ പരിപാലനം ഓരോ ദിവസവും നമുക്കും നമ്മുടെ പിള്ളേർക്കും എപ്പോഴും കിട്ടാൻ തുടങ്ങിയാൽ എന്തായിരിക്കും ബ്രദറെ, എന്തായിരിക്കും സിസ്റ്ററെ നമ്മുടെ ജീവിതം? ഒരു ചെടി നട്ട് വളർത്തുന്നത് പോലെ എപ്പോഴും കൃഷിക്കാരൻ അതിൻ്റെ ചോട്ടിൽ നോക്കി അതിൻ്റെ ഇല വഴുക്കുന്നുണ്ടോ, അതിൻ്റെ അടിക്കൂടെ ഉറുമ്പ് വല്ലതും പോകുന്നുണ്ടോ, അതിൽ പൂക്കുമ്പോഴേക്ക് ഈച്ച വന്നിരിക്കുന്നുണ്ടോ, എന്തെല്ലാമാണ്. അതിൻ്റെ കൊമ്പ് പതുക്കെ മഴ പെയ്തപ്പോൾ ചാഞ്ഞ് തൂങ്ങുന്നുണ്ടോ, കാറ്റടിച്ചപ്പോൾ ഇച്ചിരി ചെരിഞ്ഞിട്ടുണ്ടോ, എന്തെല്ലാം കാര്യങ്ങളാണ് പരിപാലനം. അതിന് വളമിടേണ്ട സമയമായോ, വെള്ളം കിട്ടുന്നുണ്ടോ, സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്നുണ്ടോ, മറ്റ് വൃക്ഷങ്ങൾ അതിനെ ചോല ചൂടി മെനക്കെടുത്താൻ നോക്കുന്നുണ്ടോ? ഇതെല്ലാം ഒരു തോട്ടക്കാരൻ നോക്കുന്നുണ്ടല്ലേ. പരിപാലനം എന്ന് പറഞ്ഞാൽ അതല്ലേ. വേദപുസ്തകത്തിൽ പൊളിവാക്കുകളില്ല, കളവില്ല. നന്നായി ജീവിച്ചാൽ, ദൈവത്തിൻ്റെ വിശുദ്ധനായി ജീവിച്ചാൽ, ഈ പുസ്തകം പഠിപ്പിക്കുന്നു, ദൈവം അവരെ പരിപാലിക്കും. വാക്ക് സന്തോഷത്തോടെയാണ് രാവിലെ കൈക്കൊള്ളുന്നത്. എന്നേക്കും പരിപാലിക്കപ്പെടുന്നു. എപ്പോഴും, വാർദ്ധക്യമാകട്ടെ, യൗവനമാകട്ടെ, കാശപ്പുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും, പരീക്ഷ നടക്കുമ്പോഴും പഠിക്കുമ്പോഴും, ബുദ്ധിമുട്ട് നേരിടുമ്പോഴും, ആശുപത്രിയിൽ അഡ്മിറ്റാകേണ്ട വന്നാൽ, നിനക്കെതിരെ ഒരു വലിയ പ്രതികൂലം നേരിട്ടാൽ, ആരെങ്കിലും നമ്മളെ കോടതി കയറ്റിയാൽ, ഏതെങ്കിലും വിഷയത്തിന് മുമ്പിൽ പകച്ചു നിന്നാൽ, എവിടാണെങ്കിലും, സമുദ്രത്തിലും തീച്ചുളയിലും സിംഹക്കുഴിയിലും കാട്ടിലും എവിടാണെങ്കിലും
പത്മോസിൻ്റെ തുരുത്തിലും ഏകാന്തതയിലും കാരാഗ്രഹത്തിലും എല്ലാം ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നൊരു കൂട്ടരുണ്ടോ പ്രിയരെ? ദൈവം അവരെ എന്നേക്കും പരിപാലിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കട്ടെ. ഈ ഒരു ഗണത്തിൽ നിങ്ങളുണ്ടോ? നമ്മൾ ശരിക്കും പരിശോധിക്കണം. എന്നും വചനം കേട്ട് വിടുകയല്ല. ദൈവമേ, ലോകത്തിലുള്ള മുഴുവൻ ആളുകളെ ദൈവം എന്നേക്കും പരിപാലിക്കുന്നു എന്നല്ലാട്ടോ വാക്യം. അവൻ്റെ വിശുദ്ധന്മാരെ എന്നേക്കും പരിപാലിക്കുന്നു. പ്രിയരെ, ഈ ഭൂമിയിൽ ആരുടെയൊക്കെ തോളെ കൈയിട്ട് നടക്കാൻ നമുക്ക് അവസരം കിട്ടിയാലും, ആരുടെയൊക്കെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ നമുക്ക് അവസരം കിട്ടിയാലും, ദൈവം തമ്പുരാൻ പരിപാലിക്കപ്പെടുന്നവരുടെ കൂടെ നിൽക്കുന്നിടത്തോളം കാര്യമുണ്ടോ അതിനൊക്കെ? അതുകൊണ്ട് ദൈവസന്നിധിയിൽ ഇരുത്തി ചിന്തിക്കുക. കഷ്ടങ്ങളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ നമുക്ക് ദൈവമുമ്പിൽ ഈ വാക്യം വെച്ച് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞാനും എൻ്റെ മക്കളും എൻ്റെ കുടുംബവും അങ്ങയാൽ എന്നേക്കും പരിപാലിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞൊരു തീരുമാനത്തിലേക്കെത്ത്. ഇന്നു മുതൽ അത് ആസ്വദിച്ച് അനുഭവിക്കുക. എന്നേക്കും ദൈവത്താൽ പരിപാലിക്കപ്പെടുന്നവർ. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, തിരുവെഴുത്തിലെ തിരുവായ് മൊഴികൾക്കായി നന്ദി. അപ്പച്ചൻ്റെ തിരുസന്നിധിയിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ആരാണെന്നും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നും എല്ലാം ഞങ്ങൾ ഈ പുസ്തകത്തിൽ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇന്ന് അവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞു, അങ്ങ് എന്നേക്കും പരിപാലിക്കുന്നവരുണ്ടെന്ന്. ആ ഗണത്തിൽ ഇത് കേൾക്കുന്ന ഞങ്ങളെ ദൈവം ഉൾപ്പെടുത്തണേ. അതിനുവേണ്ട വിശുദ്ധി നൽകണേ. ദൈവം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.